ലച്ചു സമയത്തിന് ഉപയോഗിക്കില്ല, എപ്പോഴേ കിടന്ന് വിളിക്കണ്. എപ്പോഴും സ്ഥിരമുള്ള പരിപാടിയാണ്. എന്തെങ്കിലും കൂടുതൽ ജോലിയുള്ള സമയത്ത് അങ്ങ് മുങ്ങും. എന്നാൽ എനിക്ക് പോകാനുള്ളതാണ് ഞാൻ പറഞ്ഞതാ, എന്നിട്ട് അത് കേൾക്കണം. അതും ഇല്ല. എന്താ ഒറ്റയ്ക്ക് നിന്ന് പെറുപിറുക്കണേ? ആ, നീ എവിടെ പോയിരിക്കുന്ന ഇത്ര നേരം? അമ്മ ചേട്ടന്റെ മുറി കണ്ട മൊത്തം പൊടിയും ചപ്പും ചവറാണ്. ഫുൾ ക്ലീൻ ചെയ്ത് ഞാൻ. നീ ഇതിനെ ക്ലീൻ ചെയ്യുമ്പോൾ അവൻ ചെയ്യുമായിരുന്നല്ലോ. ആ അപ്പൊ ചേട്ടൻ ചെയ്യാത്തോണ്ടല്ല ഞാൻ ചെയ്യണത്, ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. അല്ലെങ്കിലും അവൻ ചെയ്യാറൊന്നുമില്ല സമയമുള്ളപ്പോഴൊന്നും. ഇതാ പറയണത്, നമ്മൾ സമയമുള്ളപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ശീലിക്കണമെന്ന്. അതെന്തായാലും വിടമ്മ, ചേട്ടൻ ഇപ്പൊ പഴയതുപോലെ സമയമില്ലല്ലോ, ഫുൾ ജോലി തിരക്കല്ലേ. ആ, ജോലി തിരക്കെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ. അമ്മ എന്തിനാ ചേട്ടനെ ഇതിനെ കയറി പിടിക്കണം? നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാന്ന്. ആ, എന്നാ പിന്നെ ഞാൻ കറിയുടെ കാര്യം നോക്കാം. നീ ആ ചോറ് നോക്ക്. ചോറിനെ വെച്ചോളാം, കുഴപ്പമൊന്നുമില്ല. അരി വാർക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടാ. എന്റെ കയ്യോ കാലോ പൊള്ളിയോ ഒന്ന് പോറിയോ ഒന്ന് തൊലി പോകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ ഇവിടെ എല്ലാരേക്കാളും ചാടുന്നത് നിന്റെ അച്ഛനായിരിക്കും കിടന്ന്. അത് പിന്നെ അങ്ങനെയല്ലേ, അച്ഛനെന്റെ ചങ്കല്ലേ അമ്മ. എന്നിട്ട് രണ്ടും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇടി കൂടുന്നുണ്ടല്ലോ. ആ ഇടി കൂടിയില്ലെങ്കിൽ ത്രില്ലുണ്ടാവില്ല, അതുകൊണ്ട്. അത്രയില് ഞാൻ മാറ്റി തരാം. Mom, are you not going to Padavalam today? യെസ്, ഓഫ് കോഴ്സ്. ഇവിടെ വായി നോക്കി. എന്നോട് ഞാൻ പറഞ്ഞല്ലേടാ റൂം വൃത്തിയാക്കിണ്ടോന്ന്. മാം ഞാൻ അത് പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷെ ആ ദിവസമൊക്കെ ഞാൻ ബിസി ആയിരിക്കും. ബിസി ആയ ദിവസം ഞാൻ മറന്നു പോകും. ഇത് രണ്ടും കൂടി എപ്പോഴാണ് ഒത്തുചേർന്നത്? ഇത് രണ്ടും കൂടി അടുത്ത ആഴ്ച ഐ വിൽ ട്രൈ. ഞാൻ അടുത്ത ആഴ്ച മുതൽ ഞാൻ നോക്കിക്കോളാം അമ്മ. പിന്നെ നീ കയറി എന്റെ റൂം ഒന്ന് വൃത്തിയാക്കരുത് കേട്ടോ, അപ്പഴാണ് ഞാൻ ഉഴപ്പണത്. ഞാൻ ക്ലീൻ ചെയ്യൂല. താങ്ക് യു സോ മച്ച്. ഓക്കെ. അല്ല അങ്ങനെ പൂർണ്ണമായിട്ട് ശബ്ദം എടുക്കണ്ട. ഐ വിൽ ട്രൈ. ഞാൻ വരില്ല, ഞാൻ ആ പരിസരത്തോട്ട്. ഞാൻ ട്രൈ ചെയ്യാം. നീ ട്രൈ ചെയ്യണ്ട, ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ മാമ, ഞാൻ ചെയ്തോളാം. അമ്മ എങ്ങനെ പോണമാ? ഓ, ബസ്സിന് പോകാന്ന് വെച്ചാൽ ഭയങ്കര തള്ളായിരിക്കും ബസ്സിൽ. പിന്നെ ഓട്ടോക്ക് പോകാന്ന് വെച്ചാ എന്താ ഓട്ടോ കാശ്, ഭയങ്കര ഓട്ടോ കാശാ. ഓട്ടോ കാശ് ഞാൻ തരാം. അത് വേണ്ട. ഇത് എക്സ്ട്രാ വല്ല മണി കയ്യിലുണ്ടെങ്കിൽ ചേട്ടന് തന്നാൽ ചേട്ടന് സന്തോഷമായിരിക്കും. ചേട്ടൻ അനിയത്തിക്ക് ഒരു 1500 രൂപ തരാണ്ടല്ലോ, അതെപ്പോ തരും? അടുത്ത മാസം ശമ്പളം വരികയല്ലേ, അതിൽ നിന്ന് എടുത്തു. ആ, ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. അടുത്ത മാസം മുതൽ ഈ തരുന്ന കാശുണ്ടല്ലോ, അതിന്റെ കൂടെ 1000 കൂടി കൂട്ടി തരേണ്ടി വരും. 1000 രൂപ കൂട്ടി തരേണ്ടി വരും. മമ്മ, പാല്, കറണ്ട്, വെള്ളം ഇതെല്ലാം ഞാനിപ്പോ അടച്ചപ്പോ 4000 രൂപ മാസം ഞാൻ തരുന്നുണ്ട്. ഇതൊക്കെ കൂടിയേ കൂട്ടുമ്പോഴേ അതിനേക്കാൾ കൂടുതലാവണുണ്ട്. അതെന്റെ കയ്യിൽ നിന്നാ പോണത്, അപ്പൊ അതെനിക്ക് മുതലാവണ്ടേ. അമ്മേ, എന്റെ ചാർജ് കൂട്ടരുത് കേട്ടോ. അതൊന്നും പറയാൻ പറ്റിയൊന്നുമില്ല, അത് ബഡ്ജറ്റ് നോക്കിയിട്ട് പറയാം. അമ്മ ചതിക്കല്ലമ്മ, എന്തോന്നമ്മ. ഞാനേ നിങ്ങളോട് വർത്താനം പറയുന്നത് ശരിയാവില്ല. ഡ്രസ്സ് എടുത്ത് വെക്കട്ടെ, ഞാൻ പോവാനുള്ള. അമ്മ, അതെ അമ്മ പോയിട്ട് എപ്പോ വരുമാ? ഞാന് പെട്ടെന്ന് വരും. ഇന്ന് വരുമോ? ഇന്ന് അത് പറയാൻ പറ്റില്ല, പറയാം. നാളെ വരും. നാളെ മാമ. എന്തോന്ന് ചേട്ടാ? ചേട്ടാ അമ്മേനെ കാണാതിരിക്കാൻ പറ്റൂലെങ്കിൽ ചേട്ടാ പടവലത്ത് തല്ലേ. ആ പോടി. ആ പോ. എന്തോന്ന്? ആ പൊക്കോ. ഓ പിന്നെ പോട്ടെ. ഞാനും പറഞ്ഞു. ഇറങ്ങിയാ? ആ, പോയിട്ട് വരാം. എങ്ങനെ പോണേ? എങ്ങനെയും അവിടെ എത്തണമല്ലോ, പോകാണ്ടിരിക്കാൻ പറ്റൂ. ചെന്നോടെ വിളിക്കണം കേട്ടാ. ചെന്ന് വരാതെ കേറിയിട്ട് വിളിച്ചാൽ മതിയോ, അല്ലെങ്കിൽ അകത്ത് കയറി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വിളിച്ചാൽ മതിയോ? ഒരു ഭർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരുന്ന രീതിയാണ്. വരുന്നുണ്ടോ കൂടെ? വരണമെന്ന് ആഗ്രഹമുണ്ട്. നിന്റെ അമ്മച്ചനെ കാണണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹം. പക്ഷേ എനിക്ക് അർജന്റ് ഒരു പണിക്കുണ്ട്. നവാസ് എന്നെ അവിടെ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യണം. ഇവിടെ വരാൻ ഒരാൾ റെഡി ആയിട്ട് നിപ്പുണ്ട്. അവരെ വിളിക്കില്ലല്ലോ, നമ്മൾ അടുക്കളയിൽ തള്ളിയിട്ടിട്ട് രണ്ടും കൂടെ കറങ്ങാൻ പോക്കോളാം. ഞാനിവിടെ കറങ്ങാൻ പോയാ ഇനി? ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അന്ന് ഞങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് അമ്മ അച്ഛനും കൂടെ സിനിമയ്ക്ക് പോയില്ലേ, അത് ഇവിടെ ആരും മറന്നാലും ഞാൻ മറക്കൂല. മറക്കൂല, അത്രയ്ക്ക് അഹങ്കാരമാണ്. മറക്കൂല. അച്ഛൻ എവിടെ വേണമെങ്കിലും വിളിച്ചോണ്ട് പോകും. ഇല്ലെങ്കിൽ അമ്മ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും ഒരാളെ കാണുള്ളൂ. അല്ലെങ്കിൽ രണ്ടുപേരും ഒരാളെ കാണൂ. നീ കാണാനില്ല, ഇത്രയല്ലേ ഉള്ളൂ. ആ സ്ലിം ബ്യൂട്ടി ആൾക്കാരെ കണ്ടിട്ട് അശ്രീപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല അച്ഛാ. അയ്യോ, ഇനി ഇതും പറയും തല്ലുപിടിക്കില്ല. എനിക്കൊന്ന് പോണം. വിഷ്ണു എവിടെ? വിഷ്ണു സംസാരിച്ചോ? എന്താ? അതെ, അമ്മ പോയിട്ട് നാളെ രാവിലെ വരാം കേട്ടാ. നാളെ വന്നാ കൊള്ളാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. എനിക്ക് കുറച്ചുകൂടെ കഴിയിട്ട് അറിയാം മോന്റെ സ്നേഹം. അമ്മക്ക് നേരത്തെ എത്തണ്ട അമ്മ. പിന്നെ ഇപ്പഴാരെങ്കിലും 11 മണിക്ക് ഇങ്ങനെ അവിടെ എത്താൻ പറ്റുള്ളൂ. ഞാൻ പോയിട്ട് വരട്ടെന്നാ. മറ്റേ പിള്ളേർ രണ്ടുപേരും എന്തേ? കേശുശിവേ? ആ 3 എണ്ണം കൂടെ അടുക്കളയിൽ വന്ന് എത്തി നോക്കിയിട്ട് പുറത്തോട്ട് പോയി. ചിലപ്പോ ആ റോട്ടിലെങ്ങാനും കാണും. എന്റെ പൊന്നെ, ആ പാറുവിനെ ശ്രദ്ധിക്കണം കേട്ടാ. ഈ പിള്ളേർ രണ്ടും കൂടെ പാറുവിനെ എടുത്തോട്ട് ആ പാറമട പോവാറുണ്ട്. പാറമട എങ്ങനെ പോയ 3 ആടി ചമ്മതാക്കളായി. ബെസ്റ്റ് ആളോട് പറയണ. അച്ഛനായിരിക്കും ആദ്യം വരെ വിളിച്ചോണ്ട് ചൂണ്ടിയിടണത്. ചൂണ്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. അന്ന് ഞാൻ നേരത്തെ പോയപ്പോഴേ ഒരു ചൂണ്ട ഞാൻ ഇവിടെ കൊണ്ടുവന്നു. വലിയൊരു വാളച്ചൂണ്ട. ഇതിപ്പോ കാണാനില്ല. ക്യാഷ് അടിച്ച് മാറ്റിക്കൊണ്ട് പോയായിരിക്കും. പറയാൻ പറ്റില്ല. എന്താണ് ചിരിക്കണത്? ഒന്നുമില്ല. ഇറങ്ങാൻ നോക്ക്. ഈ സഞ്ചിയിൽ എന്തോന്നു? സഞ്ചിയിൽ കുറച്ച് സാധനങ്ങള്. എന്ത് സാധനങ്ങള്? ഇവിടെ ഞാൻ നോക്കട്ടെ. ഞാൻ നോക്കി തന്നെ വെച്ചത് അതിനകത്ത്. ഇവിടുത്തെ സാധനം അടിച്ചു മാറ്റി വടവളത്തോണ്ട് വേണ. എന്റെ സാധനങ്ങളിൽ തന്നെ
ആ നിങ്ങളെ കുറെ ആംപ്ലിഫയർ, സ്കൂട്ടർ വയർ, ബാറ്ററി, കുറച്ച് വയറ് എല്ലാം എടുത്ത് ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അച്ഛനെ കളിക്കാൻ കൊടുക്കാമല്ലോ. അങ്ങ് കണ്ടടിച്ച് ചാവേ ചെയ്യും. ആ ഇതെന്തോ ഐറ്റം വശമില്ലാതെ മറ്റൊന്ന് പോകണം നോക്കട്ടെ. അപ്പോ അമ്മ പോക്കമ്മ. ടാറ്റാ. ടാറ്റാ. ആ ഇവിടെ പോട്ടെ. ഇവിടെ ഇവിടെ എവിടെ ഓണം നോക്കണം ബാലചന്ദ്രൻ തമ്പി. അവള് ഓടി പടം എത്തി കാണും. എത്തട്ട്, സമാനത്തോടെ എത്തട്ട്. നിനക്ക് വേറൊരു പണിയില്ലടാ. ഇനി വേണേ അച്ഛൻ പോക്കോ, പറക്കൂല അച്ഛാ.